court appreciates the human rights perspective brought in by the Defence Counsel and takes due cognizance of the allegations made by the Defence Counsel that there have been serious violations of rules of law in the encounter killings of the 4 accused. Therefore, this court recommends to the government to relieve the concerned police official from all official duties with immediate effect. Police service ഏറ്റെടുക്കുമ്പോൾ ഏതൊരാളും മനസ്സിൽ കുറിക്കുന്ന ചില തീരുമാനങ്ങളുണ്ട്. രാഷ്ട്രീയവും അധികാരവും അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ഈ ട്രിപ്പീസുകളിൽ ആ തീരുമാനങ്ങൾ ഓരോന്നോരോന്നായി ഇല്ലാതായി. പക്ഷെ ഒരു നാൾ ഗ്യാലറിയിൽ കാഴ്ചക്കാരായി കൈയടിച്ചിരുന്ന നമ്മളും ആ മരണക്കിണറിൽ വീഴും. അവർ വീഴ്ത്തും. சார், சிசிடிவி ஃபுட்டேஜ்ல இருந்து கிடைச்ச வண்டி நம்பர் ட்ரேஸ் பண்ணியாச்சு. ஆனா அந்த நம்பர் ஃபேக் ஆனது. எனக்கு என்னவோ இதுக்கு பின்னாடி யாரோ. ഞാൻ ഇപ്പോഴാണ് കാര്യങ്ങൾ അറിഞ്ഞത്. എല്ലാം ധൈര്യത്തോടെ നേരിടണം. മകനൊന്നും സംഭവിക്കില്ല. യു ടേക്ക് കെയർ. ഓക്കേ? ഇത് രാഷ്ട്രീയമാണ്. ഇവിടെ ജയിക്കാൻ എന്ത് കളിയും കളിക്കും. കാരണം നേടിയെടുക്കാനുള്ളത് അധികാരമാണ്. ஹீரோவுக்கு ட்ராஜடி எப்பொழுதுமே மைலேஜ் தான். நம்ம ஹீரோ കത്തി കയറട്டும். കയ്യടികൾ കല്ലേറുകളാകുമ്പോഴും ആൾക്കൂട്ടത്തിൽ തനിച്ചാകുമ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചില മുഖങ്ങളുണ്ട്. ചില വാക്കുകൾ. എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. വിഷമിക്കരുത്. മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും. ഞാൻ ചെയ്തതിന്റെ അവനിപ്പോ ഇങ്ങനെ കിടക്കുന്നു. ഒന്നും ഉറങ്ങാൻ പറ്റില്ലടോ. എനിക്കെന്റെ മോനെ വേണം. പകരം കൊടുക്കേണ്ടത് നിങ്ങളുടെ കരിയർ ആണെങ്കിലും നിങ്ങളുടെ ജീവനാണെങ്കിലും അത് കൊടുത്ത് എനിക്ക് എന്റെ മോനെ തിരിച്ചു വേണം. അന്നത്തെ ആ റിംഗ് റോഡിലെ ഹിറ്റ് ആൻഡ് റണ്ണിനെ കുറിച്ചാ. ഏതായിരുന്നു ജൂറിസ്ഡിക്ഷൻ? ഐ തിങ്ക് ഇറ്റ്സ് സെന്റ് തോമസ് മൗണ്ട് സർ. സർ, ട്രാഫിക്കിൽ ഇருந்து കിട്ടിയ ലിസ്റ്റാണ്. സാർ പറഞ്ഞ ടൈമിന്റെ 1 hour പ്രോക്സിമിറ്റിയിൽ സെന്റ് തോമസ് മൗണ്ട് സ്പീഡ് റഡാറിൽ ഡിറ്റക്ട് ആയ വാഹനങ്ങളുടെ ലിസ്റ്റാണ്. ആ സത്യങ്ങളിൽ നിന്നും ഞാൻ കണ്ടെത്തിയ പേര്. എല്ലാ സത്യങ്ങളും ഇതിനകത്തുണ്ട്. താനിത് കോടതിയിലെത്തിക്കണം. എനിക്കെതിരെ മൊഴി പറയണം. സർ, ഇത് തെരിഞ്ഞ സാർ അറിയാടോ. ഒരു രാത്രിയെങ്കിലും സമാധാനമായിട്ടൊന്ന് ഉറങ്ങും. ப்ரொஃபஸர் அரெஸ்ட் பண்ணியாச்சு. ஸ்ரீதேவி இப்போ ஸ்கூலில் போகணுண்டு. சார், நீங்க எப்படி சார் இருக்கீங்க? சமாதானம் உண்டு. நான் வரேங்க சார். മൂർത്തി സാർ, താൻ ഏർപ്പാടാക്കിയ വക്കീല് കൊള്ളാം. പക്ഷെ തനിക്കറിയാത്തൊരു പാസ്റ്റ് ഞങ്ങൾ തമ്മിലുണ്ട്. சார், அதில் அவர் வாதிச்சது உங்களோட கேஸ் மட்டும் இல்லை சார். அவர் முடிச்சது அவரோட கேஸை தான். அவர் வக்கீல் யூனிஃபார்ம் போடுறதுக்கு முன்னாடியே இன்னொரு யூனிஃபார்ம் போட்டிருந்தார்.
നിയമം നടപ്പിലാക്കാനായി തെരഞ്ഞെടുത്ത ഒരു യൂണിഫോം. One final question, Mr. Aravind. You are a gold medalist in law from Delhi University. Then why civil service? Because I believe the law is not just meant to be practiced, sir. Sometimes the law will have to be enforced. Sir. പക്ഷേ ആ യൂണിഫോം തന്നെ അദ്ദേഹത്തെ ശിക്ഷിച്ചു. அவர் கூட இருந்தவங்களே அவருக்கு சதி பண்ணிட்டாங்க. அவர் விசுவசிச்ச நியமம் തന്നെ അയാളുടെ കൈകളിൽ വിലങ്ങടിയിച്ചു. ஒரு மனிதன் அவரோட வாழ்க்கையில எவ்வளவு வேதனையை தாங்க முடியுமோ அதையும் தாண்டி போனது. அந்த வேதனையை நான் பார்த்தேன். This is ridiculous. எனக்கு அரவிந்த் பார்த்தே ஆகணும். I don't understand this. அந்த அம்மாவை பற்றி நினைக்கும் போதுதான் சார் அரவிந்த் சுப்ரீம் கோர்ட் பெயில் ரிஜெக்ட் பண்ணிட்டாங்க. ஆனா அரவிந்த் we'll fight, okay? அரவிந்த் I will fight for you. Padma. ஆனா அந்த விலங்கு போட்ட கையில தான் இந்த கேஸ் போகணுன்றது நாம எடுத்த முடிவில்லை சார். அதுதான் நியோகம். உங்க முன்னாடி வந்து எனக்கு நிக்க கூட தகுதியில தான் இருந்தாலும் സാറിനെ തോൽപ്പിച്ച നിയമം കൊണ്ട് തന്നെ സാർ പകരം ചോദിക്കണം.